സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് SSCRT പാഠഭാഗത്ത് നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നെടുത്തിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ സംസ്കാരവും ദേശീയതയും എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ്. എല്ലാ PSC പരീക്ഷകൾക്കും സ്ഥിരം ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി. ജവഹർലാൽ നെഹ്റു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപകൻ ആരാണ്? വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ. വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ്? കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ ആണ്. ജോനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ജോനാഥൻ ഡങ്കൻ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ്. മെക്കാളെ പ്രഭു. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം. അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് 1864 അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1864. സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. രാജാറാം മോഹൻ റോയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന 3-4 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. വായിക്കാം. ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാൾ രാജാറാം മോഹൻ റോയ് ആണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം. രാജാറാം മോഹൻ റോയ് സതി എന്ന ദുരാചാരത്തെ എതിർത്തിരുന്നു. അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാളിലാണ്. വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായിട്ട് മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജാറാം മോഹൻ റോയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ പോയിന്റ്സ് ഒക്കെ തരാവുന്നതാണ്. എങ്ങനെയാണ്? സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിന്മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു? രാജാറാം മോഹൻ റോയ് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിനു വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തി. ബംഗാളില് വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തിയത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. എവിടെയാണ്? ബംഗാളില്.
1856 അതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കി. ഇപ്പോൾ രാജാറാം മോഹൻ റോയിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും പോയിന്റ്സും കൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ ഇവിടെ സയൻറ്റിഫിക് സൊസൈറ്റികൾ 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുവാനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യുവാനായിട്ട് നിരവധി സയൻറ്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ 1825 സ്ഥാപിക്കപ്പെട്ടു. പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ 1838 സ്ഥാപിക്കപ്പെട്ടു. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ 1876. ബനാറസ് സംവാദ ക്ലബ് ബനാറസിൽ 1861. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി അലിഗഡിൽ 1864. ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി ബീഹാറിൽ 1868. ഈ സയൻറ്റിഫിക് സൊസൈറ്റികൾ 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്തുവാനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യുവാനുമായിട്ട് സ്ഥാപിക്കപ്പെട്ട സയൻറ്റിഫിക് സൊസൈറ്റികളാണ്. ഇതെല്ലാം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പാദ് കൗമുദി ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ്. അതുപോലെ മിറാദ് ഉൽ അക്ബർ ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. എന്നിവ സാമൂഹികവൽക്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് 1856. 1856. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിലെ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ബോംബെയിലെ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി. അപ്പോൾ പണ്ഡിത രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബോംബെയിലാണ്. പണ്ഡിത രമാബായി ബോംബെയിലെ ശാരദാ സദൻ സ്ഥാപിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടാണ്. അടുത്ത ചോദ്യം, ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആരാണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്? ഹിതകാരിണി സമാജം വീരേശലിംഗമാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? വീരേശലിംഗം. സത്യശോധക് സമാജം സ്ഥാപിച്ചത്? സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെയാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്? ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്
ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക നേതൃത്വം കൊടുത്തത് ആരെല്ലാം? അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരെല്ലാമാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരാണ് അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം കൊടുത്തത്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബോംബെ സമാചാർ ഫർദുർജി മർസ്ബാൻ ആണ്. ഫർദുർജി മർസ്ബാൻ. ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഫർദുർജി മർസ്ബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ. ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി പത്രത്തിന്റെ സ്ഥാപകൻ. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ദാദാബായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ്? ദാദാബായ് നവറോജി. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ആരാണ്? ആനി ബസന്റ് ആണ് ഇവയ്ക്ക് നേതൃത്വം നൽകിയത്. യങ് ഇന്ത്യ, ഹരിജൻ എന്നിവ ആരുടെ പത്രങ്ങളാണ്? യങ് ഇന്ത്യ, ഹരിജൻ മഹാത്മാഗാന്ധിയുടേതാണ്. മഹാത്മാഗാന്ധി. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത്? അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ് ആണ്. വന്ദേ മാതരം എന്ന പത്രം ആരുടേതാണ്? ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത്? നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സമ്പത്ത് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ്? സമ്പത്ത് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയുടേതാണ്. സമ്പത്ത് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ്? രാജാറാം മോഹൻ റോയ്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവാണ്. 1878 ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. 1878 ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണിവ. എന്താണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ആരുടെ വാക്കുകളാണ്? കേശബ് ചന്ദ്ര സെൻ. കേശബ് ചന്ദ്ര സെൻ. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ആരുടെ വാക്കുകളാണ്? കേശബ് ചന്ദ്ര സെൻ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ആരുടെ വാക്കുകളാണ്? വീരേശലിംഗത്തിന്റെ വാക്കുകളാണ് ഇവ. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വാക്താക്കളാണ്. ആരുടെ വാക്കുകൾ? വീരേശലിംഗം. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ.
1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ബംഗാൾ വിഭജനം നടന്ന വർഷം. ബംഗാൾ വിഭജനം 1905. 1905 ബംഗാൾ വിഭജനം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. മഹാരാഷ്ട്രയിൽ 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിൽ 1916 DK കാർവ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. വിശ്വഭാരതി രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ. അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ. അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ്. അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ്. തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി. വർഷമേതാണ്? 1937. വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് വാർധ വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗാന്ധിജിയുമായിട്ടാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ആരാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ആനന്ദമഠം. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി ഗാമയാണ്. മാഡം ഭിക്കാജി ഗാമ 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിലാണ് ആദ്യമായിട്ട് ത്രിവർണ പതാക ഉയർത്തിയത്. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് ആരാണ്? ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. കൃതികളുടെ പേര് ഗോര, ഗീതാഞ്ജലി എന്നിവ ബംഗാളി കൃതികളാണ്. രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദ് ആണ്. ഹിന്ദി കൃതികളായ സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത് ആരാണ്? പ്രേംചന്ദ് ആണ്. കൃതികളുടെ പേര് ഓർത്തു വയ്ക്കുക. സേവാ സദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. ഹിന്ദിയിലുള്ള കൃതികളാണ്. രചിച്ചത് പ്രേംചന്ദ്. തമിഴ് കൃതികളായ പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്,
കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി. കൃതികൾ ഏതൊക്കെയാണ്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് മറാത്തി കൃതിയായ നിബന്ധമാല, കൃതിയുടെ പേര് നിബന്ധമാല രചിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെയാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റെതാണ്. നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് അമൃത ഷെർഗിലാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് അമൃത ഷെർഗിൽ. ഈ ഒരു അധ്യായത്തിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ ചോദ്യങ്ങളും തന്നെ പ്രധാനപ്പെട്ടവയാണ്. അതുപോലെ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്